നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 12-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 29-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. അതിനേക്കാൾ ഉപരി ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് പൗർണമിയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ചന്ദ്രൻ്റെ ദിവസം, പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന ദിവസമാണ് ഇന്ന്. പൗർണമി എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസം. മാസത്തിൽ ഒരു ദിവസമേ കിട്ടുകയുള്ളൂ. അത് തിങ്കളാഴ്ച വരിക എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ശുഭനക്ഷത്രം, ശുഭദിവസം, അതുപോലെ പൗർണമി. പൗർണമിക്ക് എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും മാറ്റാനുള്ള ശക്തി പൂർണ്ണചന്ദ്രനുണ്ട്. അതുകൊണ്ടാണ് പൗർണമി ദിവസങ്ങളിൽ നമ്മൾ ശുഭമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറയും. പരദേവതയ്ക്ക് പ്രീതി വരുത്താൻ പറയും. നമ്മൾ റിങ്ങൊക്കെ ഇട്ടിരിക്കുന്നവർ, മോതിരമൊക്കെ ഇട്ടിരിക്കുന്നവർ മോതിരം ശുദ്ധീകരിക്കാൻ പറയും. ശുദ്ധീകരിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? പൂർണ്ണചന്ദ്രന് ഉദിക്കുന്ന ദിവസം നമ്മളെ ഈ പാലിലിട്ട് മോതിരം വച്ചിരുന്നാൽ അതിലുള്ള നെഗറ്റീവ് മൊത്തം ആഗിരണം ചെയ്യാനുള്ള ശക്തിയുണ്ട്. അത്രയ്ക്ക് പവറാണ് ചന്ദ്രന്. അപ്പോൾ ആളുകൾ പറയും ചന്ദ്രൻ, ചിലർ തമാശയ്ക്കെങ്കിലും പറയും, അങ്ങ് അകലെ നിൽക്കുന്ന ചൊവ്വ വന്ന് മോളുടെ കല്യാണം മുടക്കുന്നത് എങ്ങനെ, അങ്ങ് എവിടെ നിൽക്കുന്ന ശനി വന്ന് കല്യാണം മുടക്കുന്നത് എങ്ങനെ, ശനിദോഷം എങ്ങനെ ബാധിക്കുന്നു, ഇങ്ങനെയൊക്കെ വിശ്വാസികളല്ലാത്തവർ കളിയാക്കും. കാരണം ചന്ദ്രൻ ഈ ഗ്രഹങ്ങളെല്ലാം അപേക്ഷിച്ച് ഏറ്റവും പവർ കുറഞ്ഞ ഗ്രഹമാണ്. അവന് സൂര്യപ്രകാശം ഏറ്റെടുത്തിട്ട് നമ്മൾ ചാർജർ പോലെയാണ്. നമ്മൾ കറണ്ടിൽ നിന്ന് ചാർജ് എടുത്തിട്ട് കറണ്ട് ഇല്ലാത്തപ്പോൾ യൂസ് ചെയ്യും. അതുപോലെയാണ് ചന്ദ്രൻ. സൂര്യൻ്റെ പ്രകാശം ആഗിരണം ചെയ്തിട്ട് തിരിച്ച് നമുക്ക് പ്രകാശം അരുളുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ ആ ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ പോലും ശക്തിയില്ലാത്ത ചന്ദ്രൻ ഭൂമിയിൽ 2/3 ഭാഗമുള്ള വെള്ളത്തെ വലിച്ചെടുത്ത് വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഒരു ചന്ദ്രന് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ചൊവ്വയ്ക്ക് ചെറിയ ആ ഗ്രഹത്തിൻ്റെ പ്രകാശം കൊണ്ട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നതിൽ ഒരു വ്യക്തിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ വരെ ചെയ്യാൻ സാധിക്കുമെന്ന് പറയണ. പ്രപഞ്ചത്തിൽ ഇത്രയും ശക്തിയുള്ള കടലിനെ വലിച്ചു കയറ്റാൻ ശക്തിയുണ്ടെങ്കിൽ ഈ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഇന്ന് പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന ദിവസമാണ്. എന്ത് ശുഭകാര്യങ്ങളും ചെയ്യണം. ഒരു കാരണവശാലും ഇന്നത്തെ ദിവസത്തെ വേസ്റ്റ് ചെയ്യരുത്. ഇന്നൊരു പുതിയ ആഴ്ച ആരംഭമാണ്. നമ്മൾ ഓരോ കാര്യത്തിനിറങ്ങുമ്പോൾ ഇന്ന് മാക്സിമം കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ട്രാവൽ ചെയ്യുകയാണ്, കാറിൽ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. നമ്മൾ ഇടുങ്ങിയ റോഡ് വരുമ്പോൾ പതുക്കെ പോവും, ഹൈ റേഞ്ച് വരുമ്പോൾ കുറച്ചുകൂടി പതുക്കെ പോവും, പൊട്ടിപ്പൊളിഞ്ഞ റോഡ് വരുമ്പോൾ അതിനേക്കാൾ പതുക്കെ പോവും, ട്രാഫിക് ജാം വരുമ്പോൾ നിർത്തും, ഹൈവേയും സൂപ്പർ ഹൈവേയും വരുമ്പോൾ നമ്മൾ അതിന് എത്രയും അനുവദനീയമായ സ്പീഡുണ്ടോ അത്രയും സ്പീഡിൽ പോവും. ഇതുപോലെയാണ് ഓരോ ദിവസവും. ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്നെ കൺസൾട്ട് ചെയ്തിട്ടുള്ളവരും എൻ്റെ ആയിട്ടുള്ള ശരിക്ക് ആൾക്കാരുണ്ട്. ശരിക്കും 45,000-ഓളം പേര് തന്നെ നമ്മളെ യൂട്യൂബിലുണ്ട്. അപ്പോൾ ഈ ഉള്ളവർക്കുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പ്രോഗ്രാം ശരിക്ക് NTVയിലൂടെ ചെയ്യണേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൊള്ളാമെങ്കിൽ അത്ര ആക്റ്റീവ് ആവണം, കാര്യങ്ങൾ ചെയ്യണം. കൊള്ളൂല്ലെങ്കിൽ പതുക്കെ സ്ലോവിൽ, ചെയ്യാൻ പാടില്ലാത്ത ദിവസങ്ങളിൽ ഒഴിവാക്കി കൊണ്ടുപോകണം. ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് തകർച്ച വരത്തില്ല. അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, മേടമാസത്തിലെ ബർത്ത്ഡേ, വിശാഖ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. ഒരു വർഷ ഫലത്തെ ചിന്തിക്കുമ്പോൾ വസ്തു മേടിക്കാനോ വാഹനം വാങ്ങാനോ വീട് വെക്കാനോ ശ്രമിക്കുന്നവർ, നിങ്ങൾക്ക് നടക്കാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങുക. പൗർണമിയും കൂടിയാണ്, അത്രയും പ്രകാശം ഉണ്ടാവും. ഇരുട്ട് മാറ്റിത്തരും, അതായത് തടസ്സം മാറ്റിത്തരും. അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കും. അതുപോലെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും, ഇപ്പോൾ ഇരിക്കുന്നിടത്തുനിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകാനോ
അല്ലെങ്കിൽ നാട്ടിലൊക്കെ ഉള്ളവരെ വിദേശത്തേക്ക് കൊണ്ടുവരാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ധൈര്യമായി ശ്രമം തുടരുക. അത് സഫലീകരിക്കാൻ സാധിക്കും. ഇന്ന് ദിവസവും ഓരോ കാര്യത്തിന് നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ, ഓഫീസിലേക്കൊക്കെ രാവിലെ ഇറങ്ങുമ്പോൾ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് തിങ്കളാഴ്ച ദിവസം 7:30 മണി മുതൽ 9 മണി വരെയാണ് രാഹുകാലം എന്നാണ്. അതിൽ വ്യത്യാസമുണ്ട്. ഓരോ ദിവസത്തിലും സൂര്യോദയത്തിനനുസരിച്ച് വ്യത്യാസത്തെ കൊടുക്കും. ഇപ്പോൾ ഇന്ന് രാഹുകാല സമയം വന്നിരിക്കുന്നത് 7:41 ഒരു 11 മിനിറ്റ് കഴിഞ്ഞിട്ടേ രാഹുകാലം തുടങ്ങുകയുള്ളൂ. അതുപോലെ തന്നെ 9:14 വരെ ഉള്ളൂ രാഹുകാലം. അപ്പോൾ 9 മണിക്ക് തീരുവില്ല, 9:14 വരെ ഉണ്ട്. ഒന്നിൽ 7:41 മുമ്പ് ഇറങ്ങണം, അല്ലെങ്കിൽ 9:14 ശേഷം ഇറങ്ങണം. എന്തെങ്കിലും ശുഭകാര്യം, നല്ല ദിവസമാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. പക്ഷേ ഇന്ന് നോക്കിക്കണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. യാത്രയ്ക്ക് മാത്രമേ രാഹുകാലം ബാധകമുള്ളൂ. അതുപോലെ യമകണ്ഠകാലവും ഗുളികകാല സമയവും എല്ലാ ദിവസവും ഉണ്ട്, ഇന്നുണ്ട്. അപ്പോൾ ഗുളികകാല സമയം വരുന്നത് 1:54 തൊട്ട് 5:28 വരെയും, യമകണ്ഠകാല സമയം 10:48 തൊട്ട് 12:21 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്, എത്ര നല്ല സമയമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം ഇന്നും 11:57 തൊട്ട് ആരംഭിക്കും. 12:48 വരെ അഭിജിത്ത് മുഹൂർത്തം. 12:45 വരെ അഭിജിത്ത് മുഹൂർത്തം, 48 നേരം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രപഞ്ചത്തിൽ ആ ഗ്രഹത്തിൻ്റെ സ്വാധീനമുണ്ട് ആ ദിവസം. ഓരോ ദിവസവും ആ ഗ്രഹത്തിന് സ്വാധീനമാണ്, ആ ഗ്രഹത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ പ്രപഞ്ചനാഥൻ ആ ഗ്രഹത്തിന് വിട്ടുകൊടുക്കുന്ന ഇന്നത്തെ ദിവസം ശരിക്കും ചന്ദ്രൻ്റെ ദിവസമാണ്. പേളിൻ്റെ കളറോ അല്ലെങ്കിൽ വെളുത്ത കളറിലോ ഉള്ള വസ്ത്രം കൂടെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ എന്തു ചെയ്യും, നമുക്ക് ഈ ദോഷങ്ങളെ മാറ്റി നമുക്ക് കുറച്ചുകൂടി ഉണർവും ഉന്മേഷവും എനർജിയും നമുക്ക് പ്രദാനം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. എല്ലാവർക്കും ആ ദിവസത്തിൻ്റെ ഗുണം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.